എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അഡ്വൈസാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനത്തൊക്കെ ജോബാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസാണ് ബേസിക്കലി. അപ്പം നിങ്ങൾക്ക് ഈ അഡ്വൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആ മേഖലയിൽ നിങ്ങൾക്ക് ശരിക്കും ഷൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അഡ്വൈസ് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്പാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളൊരു ആപ്പ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിലൂടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഓക്കെ, ഈ ആപ്പ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എല്ലാ ടോപ്പിക്കും ഉണ്ട്. ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക്, ഇമെയിൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, അതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇതിൻ്റെയൊക്കെ ഒരു 8+ ട്രെയിനർമാരുടെ ടോപ്പിക്കുകളും വീഡിയോസുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മളൊരു ഓഫറാണ് 999. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിച്ച് നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഞാൻ കാണുന്ന ഒരു ബേസിക് ഇതാണ്. അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ വേണ്ടി വർക്ക് ചെയ്യും, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഏജൻസിയിലായിരിക്കും വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു കമ്പനിക്കായിരിക്കും വർക്ക് ചെയ്യണത്. അതേപോലെ തന്നെ ഫ്രീലാൻസ് എടുക്കും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2-3-4 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് പോവും ബേസിക്കലി. ഓക്കെ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ 1-2 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുക, ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുക. ബെറ്റർ ഒരു ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ പലതരം പ്രൊജക്റ്റുകൾ, പലതരം ഐഡിയാസുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു വെർട്ടിക്കലിൽ മാത്രം ഫോക്കസ് ചെയ്യണം. ഞാൻ വെർട്ടിക്കലിൽ മാത്രം വെച്ചാൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമായിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രം ചെയ്യുക, എഡ്യൂക്കേഷൻ്റെ ക്ലയൻറ്റുകൾ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതുമായി മാത്രം ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ചെയ്യുക. വേറെ എന്തെങ്കിലും സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ആ സർവീസ് ഇൻഡസ്ട്രിയിൽ മാത്രം ചെയ്യുക. അങ്ങനെ അപ്പോൾ ഒരു ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. ഇതൊന്നും ഒരു കോമ്പറ്റീറ്റർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനോ കിട്ടില്ല. അതിന് മാത്രം ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ, സ്റ്റഡി അബ്രോഡിൽ മാത്രം ഫോക്കസ് ചെയ്യുക. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ മാത്രം ഇത് ചെയ്യുക. എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല്ലിങ് അതിൽ മാത്രം ആ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള എല്ലാ കാര്യവും ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ചെയ്യും, SEO ചെയ്യും, ഗൂഗിൾ ആഡ് ചെയ്യും, ലിങ്ക്ഡിൻ ചെയ്യും, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യും, വീഡിയോ ചെയ്യും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യും. അതേപോലെ അതിലെന്തൊക്കെ സ്കോപ്പുണ്ടോ അത് നമ്മളിങ്ങനെ റിസർച്ച് നടത്തി നമ്മൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഉണ്ടാവും. അതിന് പകരം നിങ്ങൾ പല വെർട്ടിക്കൽ ചെയ്ത് എന്നിട്ടാണ് ഒരു വെർട്ടിക്കൽ ചെയ്ത ഗൂഗിൾ ആഡും ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും മറ്റേ ബിസിനസ്സിലും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല കാര്യമായിട്ട്. പക്ഷേ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഒരുപാട് ഡെപ്തായിട്ട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് ഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. ആർക്കുമില്ലാത്ത കുറേ ഇൻസൈറ്റുകളും ഇൻ്റലിജൻറ്റ് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ആ വെർട്ടിക്കലുള്ള അവരുടെ കോമ്പറ്റീറ്റർ അല്ലാത്ത ഒരു ക്ലയൻറ്റ് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബിസിനസ് തരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് പല വെർട്ടിക്കലിൽ പലതും ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാനലോ വെർട്ടിക്കലോ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സംഭവവും ചെയ്യുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേൾഡിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വലിയ പ്ലെയർമാരുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ
അവരുടെ സ്ട്രാറ്റജി എന്തൊക്കെയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിലായാലും ശരി, നിങ്ങളുടെ പ്രൊഫഷണലായാലും ശരി ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. നിങ്ങളുടെ ക്ലയൻറ്റിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പല വെർട്ടിക്കൽ ചെയ്യാണ്ട് ഒരെണ്ണത്തിൽ ചെയ്യുക, അതിലേക്ക് മാക്സിമം റിസൾട്ട് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കരിയറായാലും ശരി ഹ്യൂജ് സാലറി കിട്ടും, ഡിമാൻഡ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. ആ ഇൻഡസ്ട്രി ശരിക്കും എങ്ങനെ നടക്കണമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.